സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. രാവിലത്തെ ചായ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചായ നന്നായി ഇളക്കി കയ്യിലെടുത്ത് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. വാഗമണ്ണിലെത്തിയിട്ട് 2 ദിവസമായി. വാഗമണ്ണിൻ്റെ തണുത്തുറഞ്ഞ മലയോര ഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം വേണ്ടുവോളമുണ്ട് വാഗമണ്ണിന്. നല്ല തണുപ്പും ചെറുതായി പെയ്യുന്ന ചാറ്റൽ മഴയും ഒക്കെയായി വാഗമണ്ണിൻ്റെ ഓരോ ഭാഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത്. 2-3 ദിവസം തങ്ങിയാലും നമുക്ക് കണ്ടു തീരാവുന്നതിലത്രയും മനോഹരമായ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് വാഗമൺ. ഇടുക്കി ജില്ലയിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ ഡാമും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ മനോഹരം തന്നെയാണ്. മുമ്പ് സിനിമാ പാട്ടുകളിൽ കേട്ട ഓർമ്മയുണ്ട്, ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നൊക്കെ പറഞ്ഞ്. സത്യം തന്നെയാണ് കേട്ടോ. അത്രയും മനോഹരമാണ് അവിടുത്തെ കാഴ്ചകളും അതുപോലെ കാറ്റും പ്രകൃതിയും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയാണ്. ഓരോ ചവിട്ടടി മുമ്പോട്ട് വെക്കുമ്പോഴും തണുപ്പ് നമ്മളെ പൊതിയുന്നുണ്ട്. എന്നിരുന്നാലും വളരെ സൗന്ദര്യം നിറഞ്ഞ ഈ ഒരു പ്രദേശത്തിലൂടെ നടക്കുമ്പോൾ എന്തൊക്കെയോ നേടിയ ഒരനുഭൂതിയായിരുന്നു എനിക്ക്. കോട പൊതിഞ്ഞ മലഞ്ചെരുവുകളും പൂത്ത് കിടക്കുന്ന മെലസ്റ്റോമ ചെടികളും ഒക്കെ ഇതിൻ്റെ ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് നടന്നു പോകുമ്പോഴും വഴി കാണാതെ കോട മൂടിക്കിടക്കുന്ന അത്രയും സൗന്ദര്യമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന ദിവസം നല്ല കോടയുള്ളൊരു ദിവസമായിരുന്നു. ഏതോ ഒരു ലോകത്ത് ചെന്ന് പെട്ട പോലെയുള്ള ഒരവസ്ഥയായിരുന്നു. ഒറ്റയ്ക്കിരിക്കാൻ കൊതി തോന്നുന്ന അത്രയും ചുറ്റുപാടുകൾ, നിശബ്ദമായ ഒരു അന്തരീക്ഷം. ഓരോ സെക്കൻഡിലും മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഒരുപാട് സന്തോഷം കയറി പിന്നീട് ഒരു കാലത്ത് നമുക്ക് എടുത്ത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ചുറ്റുപാടുകൾ. തണുപ്പിനെയും ചെറിയ മഴയെയും ഒന്നും വകവെക്കാതെ മക്കൾ ഓടി നടന്നു. മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും സന്തോഷകരമായ ഒരു ട്രിപ്പായിരുന്നു ഇടുക്കി വാഗമൺ ട്രിപ്പ്. റോഡരികിൽ പോലും പൂത്തുകിടക്കുന്ന പൂക്കളുടെ സൗന്ദര്യം അതൊക്കെ വേറെ തന്നെയാണ്. ഒട്ടനവധി അരുവികളും തോടുകളും ഇങ്ങനെ പോകുന്നു വാഗമണ്ണിൻ്റെ സൗന്ദര്യം. വെട്ടിത്തിളങ്ങുന്ന മുത്തുമണികൾ പോലെ ചിതറിയൊഴുകുന്ന അരുവികൾ. വെള്ളത്തിനും നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് വകവെക്കാതെ തന്നെ മക്കള് വെള്ളത്തിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പ്രകൃതി ഭയങ്കര സൗന്ദര്യവതിയായിട്ടാണ് നിൽക്കുന്നത്. മഴയുടെ കുളിരിൽ സുന്ദരികളായി ഒരേ ലെവലിൽ വെട്ടി നിർത്തിയ തേയിലച്ചെടികളുടെ ഒരുപാട് മലഞ്ചെരുവുകൾ. നമ്മൾ താമസിക്കാനായിട്ട് ഒരു വീടാണ് സെറ്റാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു. കയറി ചെല്ലുന്നത് ഇതുപോലെ ഒരു സിറ്റിംഗ് ഏരിയയാണ്. പിന്നീട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ഡൈനിങ് ഹാളാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ വീടായിരുന്നു കേട്ടോ. വളരെ വൃത്തിയുള്ള ഒരു വീട്. പുതിയതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള ബാത്റൂമും അതുപോലെ ചൂടുവെള്ളം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ കിച്ചണാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ ഒരു കിച്ചണിൽ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും, ചോറ് വെക്കാനും അതുപോലെ ചായ ഉണ്ടാക്കാനും എല്ലാ കാര്യത്തിനുള്ള പാത്രങ്ങളും എല്ലാം, മിക്സി അടക്കം നമുക്കിവിടെ റെഡിയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും തൈര് അങ്ങനെയുള്ള ഇതൊക്കെ പാകം ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. തണുപ്പായ കാരണം ഞങ്ങൾ ചായയാണ് ഉണ്ടാക്കിയത്. താമസിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണിത്. കണ്ടില്ലേ എത്ര മനോഹരമാണ്. അതുപോലെ തന്നെ താമസിച്ചതിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. കുട്ടികൾക്ക് നല്ലൊരു സന്തോഷമായിരുന്നു ഇതൊക്കെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തണുത്തുറഞ്ഞ ഈ ഒരു മലയോര പ്രദേശത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീടുള്ള യാത്ര ഇതുപോലെ സൂചിപ്പുല്ല് നിറഞ്ഞ മലഞ്ചെരുവിലൂടെയായിരുന്നു. ഈ ഒരു യാത്ര നമ്മുടെ വണ്ടിയിലല്ല, അവർ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിക്കും. 2000 രൂപ നമ്മൾ കൊടുത്താൽ നമുക്കൊരു 2 മണിക്കൂർ സമയം അവർ നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമ്മളെ ചുറ്റി കറക്കി കൊണ്ടുവരും. വളരെ രസകരമായിരുന്നു കേട്ടോ ആ ഒരു യാത്ര. ആ ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി. വല്ലാത്തൊരു ആവേശമായിരുന്നു കേട്ടോ കുക്ക് ചെയ്യാനൊക്കെ. അവിടെ നിന്ന് തന്നെ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ കട്ട് ചെയ്ത് പൊരിച്ച് കറിയൊക്കെ വെച്ച് നല്ല രസമായിരുന്നു. ഓർമ്മയിൽ എന്നും മറക്കാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ നല്ല നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെയായി വാഗമൺ ഡേയ്സ് നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ട്. അങ്ങനെ എരിവും പുളിയും ഒക്കെയുള്ള മീൻ പൊരിച്ചതും പപ്പടവും മീൻകറിയും ഒക്കെയായി ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ള ഭക്ഷണം കഴിച്ച് ഇന്നത്തെ ദിവസവും ഞങ്ങൾ വാഗമണ്ണിൻ്റെ ഈ ഒരു തണുപ്പിൽ ലയിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ സന്തോഷം ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവസാനമായിട്ട് ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്ന കാര്യം പറയാൻ മറന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അഗ്ലോണിമ, കലാത്തിയ, അതുപോലെ ആന്തൂറിയം, സിങ്കോണിയം ഇങ്ങനെയുള്ള ഒട്ടനവധി ഇൻഡോർ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. വാട്സപ്പ് മുഖേന മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തെങ്കിൽ കാര്യമുള്ളൂ. കോൾ ചെയ്താൽ നമ്മൾ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായി വരുന്നത് വരെ